അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാഹ് ഇവിടെ സുഖമായിട്ട് ഇരിക്കണേ. അപ്പൊ ഇന്ന് റമളാൻ 20 കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് അടിക്കട്ടോ. പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാട്ടോ. അപ്പൊ ഇപ്പൊ ഷാലും തനിയൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ വീട്ടിലല്ലായിരുന്നു. അപ്പൊ അവരിന്ന് എത്തിയിട്ടുണ്ട് രാവിലെ. അപ്പൊ ചട്ടിപ്പത്തിരി ഞാൻ ഇവരില്ലാത്ത ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് വീഡിയോ ഒക്കെ ആക്കി ഷോർട്സ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തിന്. അത് അവർ കണ്ടു ചെയ്ത് അന്ന് തന്നെ രാത്രി വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ പോകാൻ നിൽക്കുകയായിരുന്നില്ലേ. അപ്പൊ ഞങ്ങൾ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഉമ്മച്ചി എല്ലാതും ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മച്ചി ഇപ്പച്ചി ഒറ്റക്കായപ്പോ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് വരുമ്പോ അതന്നെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് വെറുതെ നേരം വൈകിയ കാരണം കൊണ്ട് വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ചട്ടിപ്പത്തിരി മാത്രമേ അങ്ങനെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കണ്ടേക്ക് അവർ വിമാന ഫോണിൽ നിന്ന് വിളിച്ച് അപ്പൊ തന്നെ പരാതിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ആങ്ങളെയാണ് കേട്ടോ കൊടുന്ന്. അവന് കടയ്ക്ക് പോയപ്പോ അവന്റെ പിന്നെ ഒപ്പം പോകുന്നതുകൊണ്ട് അവര് ബസ്സിന് കയറ്റി വിട്ടിക്കാണ് കേട്ടോ. അപ്പൊ രാവിലെ ഇവിടെ ഒരു 10 മണിയാകുമ്പോൾ ആളെത്തിയിട്ടുണ്ട്. അപ്പൊ വന്നേക്കന്നെ ഞങ്ങൾക്ക് ഇന്ന് ചട്ടിപ്പത്തിരി തന്നെ വേണമെന്നാണ് കേട്ടോ. അപ്പൊ പിന്നെ ഏതായാലും ഇന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവരെ പരാതി തീർന്നുള്ളതിലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറെ കടികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം ചട്ടിപ്പത്തിരി അത്യാവശ്യം നമുക്ക് വയറ് നിറയാനില്ല എന്നെ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചിന്ന് ഒരു ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് കൊടുക്കുക. ചട്ടിപ്പത്തിരി അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോറ് കൊടുക്കുക വിചാരിച്ച് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസുകളൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. പിന്നെ വേറെ കടികളായിട്ട് തന്നെ പത്തിരിയോ നൂൽപ്പുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ ഇന്ന് ചട്ടിപ്പത്തിരിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മസാലകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചട്ടിപ്പത്തിരിക്കില്ല ദോശ പോലെ ഉണ്ടാക്കണമല്ലോ, മൈദ വെച്ച് അതിങ്ങനെ ഉണ്ടാക്കാനും മാവ് ഞാൻ കുഴച്ചൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഓരോ പരിപാടിയാണ്. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ വേഗം ഒന്ന് ഇൻട്രോ എടുത്തതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ. അപ്പൊ അതാ നമ്മൾ ചട്ടിപ്പത്തിരിന്റെ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടിക്കണ്. പിന്നെ പൊടികൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിക്കണം കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ടിക്കണം. പിന്നെ ഇനി ചിക്കൻ ഒന്ന് വേവിച്ചങ്ങാണ്ട് ഇതിലേക്ക് ഇടാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേനു. അപ്പോൾ അതും കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോളെങ്കിലും റെസ്റ്റ് നിന്നോട്ടെ വിചാരിച്ചതാണ്. കുറച്ച് നേരത്തെ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് അടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷന് വേണ്ടി ചെയ്യാൻ കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് നല്ല ഭംഗിയിൽ രീതിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് മുട്ടയൊക്കെ പുഴുങ്ങിയാണ്ട് ഞാൻ റെഡി ആക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഷാലും തനിയൊക്കെ വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊടുത്തതിന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതൊന്ന് കഴുകിങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാക്കുവിന് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് ഉമ്മ കൊടുത്തു വിട്ടതാണ്. പിന്നെ മാങ്ങയും കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങയും കുറച്ച് കരിവേപ്പിലൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. നാരങ്ങ ഇതാ വീട്ടിലുണ്ടായതാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അപ്പത്തെ താത്താക്കും കൂടി കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല നീര് കിട്ടും കേട്ടോ. ഇപ്പോഴത്തെ നാരങ്ങക്ക് തീരെ നീരില്ല. നമ്മൾ കൈ ഇങ്ങനെ പിഴിഞ്ഞാൽ നമ്മൾ കൈ വേദനിക്കുക എന്നല്ലാതെ അതിന് നീര് തന്നെ കിട്ടൂല. അതിന് നല്ല നീര് കിട്ടും കേട്ടോ. വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ അയൽവാസികളൊക്കെ നാരങ്ങ വെള്ളം കലക്കാനൊക്കെ അവിടെ തന്നെ എടുത്ത് പോലെ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊടുന്നപ്പോൾ തന്നെ ഐശു അയിമയൊക്കെ അത് എടുത്ത് കേടെത്തിങ്ങാണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നല്ലത് ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജ്യൂസ് അടിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ആദ്യം ചട്ടിപ്പത്തിരിക്ക് റെഡിയാക്കി വെക്കണം, എന്നിട്ട് ചോറിന് വെള്ളം വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൈമീസ് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഐമിക്കുട്ടിയെ നോക്കട്ടെ, ഐശുമോളോ എവിടെയാണ്? ഐശുമോളോ ഇതാ നമ്മളെ തനിമോള് നോക്കി. ഇവരൊക്കെ ഇപ്പം ഒന്ന് കടയിൽ പോയി വരികയാണ് കേട്ടോ. ചന്തക്കുന്ന് ജാംജൂമിലൊക്കെ പോയിങ്ങാണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ. ഞങ്ങൾ രാത്രിയിൽ ഒലിക്ക് വിളിക്കുകയും അവിടെ വീട്ടിലായപ്പോൾ ഞങ്ങൾ ഇവിടെയാണടി, ഞങ്ങൾ അവിടെയാണ്, ഞങ്ങളിപ്പോൾ കറങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞാണ്ട് കാപ്പ് ഇങ്ങനെ വിളിച്ചു അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കാരണം ഇനി ഇമ്മച്ചി എങ്ങോട്ട് പോകണ്ട, ഇനി ഞങ്ങളോട് പോകുക ഇറങ്ങാണ്ട് ഇപ്പച്ചിനെ ഇതാ നട്ടുച്ചക്ക് വിളിച്ചിങ്ങാണ്ട് ഇതാ നിലമ്പൂർ ചന്തക്കുന്നുമൊക്കെ പോയി ഓൾക്ക് വേണ്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലേസും അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി കൊടുന്ന് പാത്ത് വെച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വന്നുകാണ്ട് നിസ്കരിച്ചിങ്ങാണ്ട് അങ്ങനെ കടന്നതാണ് കേട്ടോ ആള്. അപ്പൊ നമ്മൾ ഐമീസ് അടുക്കളയിൽ വന്ന് കയറി ഇരുന്നിക്കണം കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിക്ക് കൊണ്ടുപോയി വെക്കാൻ നിന്നപ്പോ ഓൾക്ക് വേണം പറഞ്ഞാണ്ട് കരയുന്നു കേട്ടോ. അപ്പൊ ഞാൻ കയ്യിലും കൊടുത്തു, കരച്ചിട്ട് നിൽക്കുമല്ലോ വിചാരിച്ചിട്ട്. ഐമീസേ ഐശോടെ ഇപ്പച്ചിന്റെ അടുത്താണോ? ഇജെന്താ ഇപ്പച്ചിന്റെ അടുത്തേക്ക് പോവാഞ്ഞേ? വേണ്ടേ? എനിക്ക് കാണണ്ടേ? ക്രിക്കറ്റ് കാണണ്ടേ എനിക്ക്? എന്നാ ഇപ്പച്ചിന്റെ അടുത്ത് പോയി കടന്നോ, ഉറങ്ങിക്കോ കുറച്ചേരം പോയി. വേണ്ടേ? ഒരു പുറത്ത് പോയപ്പോ അങ്ങോട്ട് വണ്ടി കയറി അപ്പൊ കടന്നുറങ്ങും. ഇവിടെ എത്തിയപ്പോ ഞാൻ തൊട്ടിയിലിട്ടപ്പോ 2 ആൾ എണീറ്റ് അങ്ങോട്ട് പോകുന്നു, ഉറങ്ങണില്ല എന്ന് പറഞ്ഞാണ്ട് അല്ലേ? കാട്ടും വെച്ച് ഇതെടുത്ത് വെക്കട്ടെ, നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കട്ടോ.
ഇതിപ്പോൾ ഞാൻ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ആക്കിയ കറിയൊക്കെ ആക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് മൂന്ന് വെണ്ടൊക്കെ ഉണ്ടായിന്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണ മീൻ ഇതാ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതായത് ഇതിൽ കൂടെ ഇട്ടുകൊണ്ട് ഒരു കറിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ വെണ്ടക്ക ഇങ്ങനെ കേടന്ന് പോകില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ആകുമ്പോൾ അവൻ കഴിച്ചോളം വിചാരിച്ചിട്ട് ഇതിലേക്ക് 2-3 വെണ്ടയ്ക്ക് കൂടി ഇങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാം. പിന്നെ നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഞാൻ. പിന്നെ ഇതാ കുറച്ച് കേബേജും ഉണ്ടായിനി, അത് കുറേ ദിവസം ഇങ്ങനെ കിടക്കണം കേട്ടോ. ഒന്നും ഞാൻ സാധാരണ അത്താഴത്തിനൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഒരു കഞ്ഞി വെക്കും, കഞ്ഞി വെച്ചാൽ പിന്നെ എല്ലാവർക്കും അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും ഇതൊക്കെ തീമിടുന്നുണ്ട്. പിന്നെ കേബേജും ഉണ്ടായിനി, അത് തോരൻ വെക്കാം, മീൻകറി വിചാരിച്ചിട്ടുണ്ട്, അച്ചാറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി ഇന്നത്തെ നോമ്പുതറ അങ്ങനെ പോട്ടെ. അപ്പോൾ ഇതാ നമ്മളെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ വെണ്ടക്ക കറിയോട് കൂടിയിട്ടുള്ള മീൻകറി ഇതാ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചട്ടിപ്പത്തിരിൻ്റെ പരിപാടി നോക്കണം. കുറേ നേരമായില്ലേ ചട്ടിപ്പത്തിരി പറയൽ തുടങ്ങിയിട്ട്, ഇതുവരായിട്ട് തുടങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കൂലേ. ഇനി തുടങ്ങാൻ പോവുകയാണ്. ഇനി അതിൻ്റെ പത്തിരി പരത്തിയെടുക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തോരനെ വെക്കണം കേട്ടോ, കേബേജ് തോരൻ വെച്ചിട്ടില്ല, അതൊക്കെ ഇനി വെക്കാൻ കിടക്കുകയാണ്. ഒക്കെ വെക്കണം. ചട്ടിപ്പത്തിരിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം തോരൻ വെക്കണം, ചോറിനില്ല വെള്ളം തീമിടണം, അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ അത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കൂലേ, അങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ഏതാണ് പാത്രം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പം എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ചട്ടിപ്പത്തിരിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൗണ്ട് നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്കിവിടെ ഒരു 6 ബോൾസുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒക്കെ ഒരേപോലെയാണ്. ഇനി ഒരേപോലെ തന്നെ പരത്തിയെടുക്കണം. നമ്മൾ ആ പാത്രത്തിൻ്റെ റൗണ്ടിനനുസരിച്ച് പരത്തിയെടുക്കണം കേട്ടോ. ഞാൻ പരത്തിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ അതാട്ടോ ഞാൻ നൈസായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിൻ്റെ റൗണ്ട് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഷേപ്പിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ റൗണ്ടിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പത്തിരിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8 പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ അകം പുറമൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. അങ്ങനെ പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മതി കേട്ടോ. ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാകുക, പിന്നെ ആ സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേട്ടോ ഇതിങ്ങനെ വരുന്നുണ്ടല്ലേ, ഇനി ഇപ്പുറം കൂടി ഒന്ന് മറിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളതാ ചട്ടിപ്പത്തിരി റെഡി ആക്കാൻ പോവുകയാണ്, സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ ആദ്യം ഒന്ന് ഓയിലൊന്ന് പുരട്ടി എല്ലോട്ട് കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒക്കെ സെറ്റ് ആക്കാൻ പോവുക. ആദ്യം നമ്മളിതാ ഈ ഇങ്ങനത്തെ പത്തിരി എടുക്കുക. ഇതിപ്പോൾ മുട്ടയും പാലും കുരുമുളക് പൊടി ഉപ്പും ചേർത്തുകൊണ്ട് ഞാനൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഈ മിക്സിലേക്കൊന്ന് ഈ പത്തിരി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ 2 ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വക്കത്ത് കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഇളകി ഇങ്ങനെ പോരും. അപ്പോൾ ഇത് 8 പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അടുത്തത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതാക്കണ സ്ലൈസ് ആക്കിയിട്ടുള്ള മുട്ടകൾ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഓരോ ലെയർ വിട്ടാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ ഓപ്ഷനല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായപ്പോൾ വെച്ച് കൊടുത്തു എന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇങ്ങനെ പത്തിരി വെച്ച് കൊടുക്കുക, പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക, പിന്നെ അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക, ഫില്ലിങ് വെച്ച് കൊടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക, അങ്ങനെ കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ഫുള്ള് അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ അതാ എല്ലാ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഈ മുട്ട നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ. എവിടെ ഫില്ലാകാണ്ട് അവിടെ ആയും ചെയ്തോളൂ. കുരുമുളകാണ് കേട്ടത്. നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിന് മുകളിലാക്കി വെച്ചുകൊണ്ട് അടുത്ത
അങ്ങനെ ചെയ്യാം. അതിന് 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാട്ടോ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതാട്ടോ ഞങ്ങൾ പഴം ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. തനിമോള് ജ്യൂസിന്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ശാല അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് വന്നിട്ടേ ഇല്ല അടുക്കളയ്ക്ക്. നമ്മളെ കേബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ അത് ഓക്കെ ആയിട്ടോ. മീൻസ് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു ഉത്തരക്കുന്നുണ്ട്. അവൾക്ക് വെള്ളമാണ്, ഐസിന്റെ കട്ട വേണം, ഐസ് ക്യൂബ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കട്ടുള്ളൂ. ഇത് ഒന്ന് കേബേജ് റെഡിയായി. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി ഒരു ഭാഗമായിട്ടുണ്ട്. ഒരു ഭാഗം ഞാൻ മറിച്ച് കൊടുത്ത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറിനില്ല വെള്ളമൊക്കെ ഇവിടെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാരങ്ങ വെള്ളം കൂടി ഒന്ന് കലക്കാനുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ഒക്കെ ബാക്കി സെറ്റാക്കി. അപ്പോൾ താട്ടോ നമ്മളതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വത്തക്ക, പിന്നെ ഇത് നമ്മുടെ ചെറുപഴത്തിന്റെ ജ്യൂസ്, പിന്നെ നാരങ്ങ വെള്ളം. എടി കസ്കസ് ഉണ്ട്, ഇടാൻ മറന്നുപോയി, വേഗം കിട്ടും. അപ്പോൾ ദാ ഞങ്ങളെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. വെള്ളം കുടിക്കട്ടെ. കേട്ടോ ഐഷു ഉറങ്ങി വിളിച്ചിട്ട് എണീക്കണ തന്നെയല്ല. അപ്പൊ പിന്നെ കടന്നോട്ടെ വിചാരിച്ചു ഞങ്ങള്. ഐമീസ് മാത്രമേ ഉള്ളൂ. മധുരണ്ടല്ലേ കുടിച്ച ചാലു. തരുമോളെ ചട്ടിപ്പത്തിരി എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പർ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഗൈസ്. വലിയ ലെയർ ആയതുകൊണ്ട് കയ്യിൽ കൊള്ളടേ ഇല്ല. ഞങ്ങൾ ചെറിയ പീസ് എടുത്തു കഴിച്ചോട്ടെ. എങ്ങനെ ഉണ്ടത്? വലിയ പീസ് എടുത്തിട്ടുണ്ട്. അടിപൊളിയോ, അടിപൊളിയാണ്. ഇത് ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് ഇനി കാണാം കേട്ടോ. ഞങ്ങളെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇതാക്കടി ഇന്റെ വല്ല ഇനി എനിക്കില്ല പണിയാണ് കഴിച്ച്. ആ തല തൊട്ട് ഈ തല വരെ പാത്രങ്ങളും കൊടുക്കാനുള്ളതാണ് കേട്ടോ. എന്താണ് എത്ര ഞാൻ കഴുകിയെടുത്ത വെച്ചാൽ അത് കിട്ടാൻ ആ സമയമാകുമ്പോൾ ഒന്നായിട്ട് ഒരുക്കി വരും. ഐഷുമോള് എണീറ്റിക്കണേ. ഇനിയിപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി വെക്കണം. ചോറ് വേവാറായിട്ടുണ്ട്, അത് ഊറ്റി വെക്കണം. പിന്നെ വേണ്ടവർക്കൊക്കെ ചോറ് തിന്നാൽ മതിയല്ലോ. ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ ഗൈസ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ. ഗ്ലാസ്സുകൾ ഞാനിങ്ങനെ കഴുകിങ്ങാണ്ട് ഇങ്ങനെ മേശമ വെക്കലാണ് കേട്ടോ. അങ്ങനെതാ നമ്മുടെ പാത്രം കഴുകലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. അത് ഇനി വലിയൊരു കടമ്പുണ്ടായിനി, അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ചോറ് വന്നിട്ടുണ്ട്, അതൊന്ന് ഊറ്റി വെക്കട്ടെ കേട്ടോ. പാത്രം കഴുകലും അടിച്ചുവരിടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദാ നമ്മൾ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തെ വേവായിട്ടുണ്ട്. നമ്മളെ ചോറ് ദാട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് ഇവിടെ റെഡിയാണ്. ഇതാ നമ്മളെ കേബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ നല്ല അടിപൊളി മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി. എല്ലാം സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ടാ. പിന്നെ ഇത് ഇന്നലത്തെ നമ്മളെ കടുമ്പോ കയറുന്ന സാധനം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അത് ഞാൻ കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഷാലു പറഞ്ഞു എനിക്ക് ചൂടാക്കി താന്നൊക്കെ പറഞ്ഞു കേട്ടോ. ചൂടാക്കി വന്നപ്പോൾ ഒന്നും ആൾക്കിപ്പോൾ കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി തറാവി നിസ്കരിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും പള്ളിക്ക് കാക്കും ഷാലുവൊക്കെ പള്ളിക്ക് പോയിക്കാണ് തറാവിക്ക്. ഞവരൊക്കെ വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും പിന്നെ ഫുഡിന് ഇപ്പോൾ താല്പര്യമൊന്നുമില്ല. കാരണം ആ ചട്ടിപ്പത്തിരി അത്യാവശ്യം 8 ലെയർ ഇല്ലതായിന് കേട്ടോ. അപ്പോൾ ഓരോരുത്തരൊക്കെ 2 പീസ് തന്നെ കഴിച്ചപ്പോത്തിന് ഒരു പീസ് കഴിച്ചപ്പോത്തിന് തനിമോളൊക്കെ തളർന്ന്. ഞാനും 1-1.5 പീസ് കഴിച്ചിട്ടോ. എനിക്ക് വയറൊക്കെ നിറഞ്ഞു. പിന്നെ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചപ്പോഴൊക്കെ നിറഞ്ഞു. പിന്നെ വേറൊരു ഭക്ഷണത്തിന് തോന്നില്ല കേട്ടോ കഴിക്കാൻ. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് ഒന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ കുടിക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റമദാൻ 20ന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.